Junior Instructor Welder Daily MCQ Day 58. Which current is generally used in submerged arc welding? Option A, AC current. Option B, DC current only. Option C, AC and DC current. Both AC and DC current. Option D, battery. ഇപ്പോൾ ഇതിന് ഉത്തരം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്മേർജ് ആർക്ക് വെൽഡിങ്ങിനെ കുറിച്ചാണ്. അതിൻ്റെ സോഴ്സ് സപ്ലൈയെക്കുറിച്ചാണ്. അത് എ സി ആണോ ഡി സി ആണോ അതോ രണ്ടും എ സിയും ഡി സി ഉപയോഗിക്കാറുണ്ടോ? ബാറ്ററി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. നമുക്ക് ഡി സി സോഴ്സ് നമുക്ക് കിട്ടുന്ന ബാറ്ററി എന്താണെന്നറിയാം. ഇത് ഈ സബ്മേർജ് ആർക്ക് വെൽഡിങ്ങിൽ ബോത്ത് ഡി സി ഉപയോഗിക്കാറുണ്ട്, എ സി ഉപയോഗിക്കാം. ഓരോന്നിനും അതിൻ്റേതായ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പോൾ എ സി ഉപയോഗിക്കുകയാണെങ്കിൽ ആർക്ക് ബ്ലോ എന്ന് പറയുന്ന ഇഷ്യൂസൊക്കെ അവോയ്ഡ് ചെയ്യും. അതുപോലെ ഡി സി കറണ്ട് ആണെങ്കിൽ രണ്ട് രീതിയിൽ ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോൺ പോസിറ്റീവും ഇലക്ട്രോഡ് നെഗറ്റീവും ആയിട്ടുള്ള ടൈപ്പുകളുണ്ട്. അപ്പോൾ ഓരോ ആപ്ലിക്കേഷനും ഓരോന്നായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ രണ്ടും ഡി സി കറണ്ട് ഉപയോഗിക്കുന്നുണ്ട്, എ സി കറണ്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ബോത്ത് എ സി ആൻഡ് ഡി സി കറണ്ട്.